ചാണ്ടി ഉമ്മൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട് മാഷേ. അതിങ്ങനെയാണ്: ഉമ്മൻചാണ്ടിയുടെ, അതായത് തൻ്റെ പിതാവിൻ്റെ ഓർമ്മ ദിനത്തിൽ യൂത്ത് കോൺഗ്രസ് നാഷണൽ ഔട്ട്റീച്ച് സെൽ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കി. അത് തനിക്ക് ഏറെ വേദനയുണ്ടാക്കി എന്നുള്ളതാണ്. ഇത് എപ്പോഴാണ് വരുന്നത്? അബിൻ വർക്കിയെ പിന്തുണച്ചാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ രംഗത്തെത്തിയിരിക്കുന്നത്. അബിൻ വർക്കിയും ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ കോൺഗ്രസിലേക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ച് വെച്ചത് അതായിരുന്നു. KC വേണുഗോപാലിൻ്റെ ഒരു രംഗപ്രവേശമുണ്ട് വീണ്ടും കേരളത്തിലെ കേരള പൊളിറ്റിക്സിലേക്ക്. അപ്പോൾ അതിനെതിരെയാണ് ഈ ഒരു രണ്ട് നേതാക്കളും വന്നിരിക്കുന്നത്. അബിൻ വർക്കി പാർട്ടി വിടാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമാണ്, സംശയമാണ്. മറ്റൊന്ന് ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ തനിക്ക് മതിയായ പരിഗണന തൻ്റെ പിതാവിൻ്റെ മരണശേഷം ലഭിക്കുന്നില്ല എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. പിതാവിൻ്റെ മരണശേഷം പരിഗണന ലഭിക്കണമെങ്കിൽ പിതാവിൻ്റെ പേര് കൊണ്ട് മാത്രം പരിഗണന ലഭിക്കുക എന്നുള്ളതല്ലല്ലോ. ഒരു MLA അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലൂടെ വേണം പാർട്ടിയിൽ സാന്നിധ്യം അറിയിക്കാനായിട്ട്, അല്ലേ മാഷേ? തീർച്ചയായിട്ടും ഈ കോൺഗ്രസിനകത്ത് ഇപ്പോൾ വലിയ തോതിലുള്ള അമർഷങ്ങൾ പുകയുന്നുണ്ട് എല്ലാ കോണിലും. ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തേതാണ് യൂത്ത് കോൺഗ്രസ് പുനഃസംഘടന. യൂത്ത് കോൺഗ്രസ് പുനഃസംഘടനയിൽ സംഭവിച്ചത് വലിയൊരു അട്ടിമറിയാണ്. പരമ്പരാഗതമായ രണ്ട് ഗ്രൂപ്പുകൾ, A ഗ്രൂപ്പും I ഗ്രൂപ്പുമാണ്. ഈ രണ്ട് ഗ്രൂപ്പിനെയും അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ KC ഗ്രൂപ്പ് രംഗത്ത് വന്നത്. KC വേണുഗോപാൽ വളരെ സമർത്ഥമായി കേരളത്തിലെ പാർട്ടി ലീഡർഷിപ്പ് കയ്യിലെടുക്കാനും അദ്ദേഹത്തിൻ്റെ നിഗൂഢമായ ചില സ്വപ്നങ്ങളുടെ പാതയിൽ സഞ്ചരിക്കാനൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതിന് വളരെ തന്ത്രപൂർവ്വമാണ് അദ്ദേഹം നീങ്ങുകയുള്ളൂ. അദ്ദേഹം എവിടെയെങ്കിലും ചിത്രത്തിലുണ്ട് എന്ന് നമുക്ക് തോന്നില്ല. പലതരത്തിലുള്ള കളികളാണ് അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, അദ്ദേഹം വിചാരിച്ചിരുന്ന ചിത്രം ഇടയ്ക്കൊന്ന് മാറി. ഏതാണ്ട് ഈ സമയത്ത് കഴിഞ്ഞ കൊല്ലമൊക്കെ നമ്മൾ വിചാരിച്ചിരുന്നത് ഇപ്പോൾ ഭരണവിരുദ്ധ തരംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് വരാൻ, UDF വരാൻ ജനങ്ങൾ തീരുമാനിച്ചാൽ പോലും അവർ തമ്മിൽ തല്ലി തീർന്നോളും. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ്സിൽ ആരാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ ഒരുപാട് പേരുകൾ നമ്മൾ പറഞ്ഞിരുന്നൊരു കാലമുണ്ടല്ലോ. ചുരുങ്ങിയത് 5-6 പേര് പറയേണ്ടി വരും. ആദ്യം വന്നിരുന്ന പേര് രമേശ് ചെന്നിത്തലയുടെ പേരാണ്. അത് കഴിഞ്ഞിട്ട് K സുധാകരൻ്റെ പേര് വന്നിരുന്നു, K മുരളീധരൻ്റെ പേര് വന്നിരുന്നു, ശശി തരൂരിൻ്റെ പേര് വന്നിരുന്നു. ഈവൻ പഴയ KPCC പ്രസിഡന്റ് VM സുധീരൻ്റെ പേര് പോലും ഒരു ഘട്ടത്തിൽ വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ തീർച്ചയായിട്ടും മോശമല്ലാതെ പ്രതിപക്ഷ നേതാവ്, സാധാരണ മര്യാദ പാലിക്കുകയാണെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവാണ് പിന്നെ മുഖ്യമന്ത്രിയാവുക. അപ്പോൾ VD സതീശൻ്റെ പേരുമുണ്ട്. ഇപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 6-7 പേര് നമ്മുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞ് കേട്ടിരുന്നൊരു കാലമുണ്ട്. അന്ന് സമർത്ഥമായിട്ട് വിചാരിച്ചിരുന്നു. അന്ന് KC വേണുഗോപാലിൻ്റെ പ്ലാൻ എന്തായിരുന്നു? ഇവരെ എല്ലാവരും ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോവുക. എന്നിട്ട് മുന്നോട്ട് പോകുമ്പോൾ 5-6 പേര് അവകാശവാദം വരുമ്പോൾ തീർച്ചയായിട്ടും ഹൈക്കമാൻഡിന് തീരുമാനിക്കേണ്ടി വരും. ഹൈക്കമാൻഡ് തീരുമാനിക്കുമ്പോൾ KCയിലേക്ക് എത്തുമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ആ ചിത്രം മാറി. കേരളത്തിൽ ആര് അടുത്ത മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ മറ്റു പേരുകളൊക്കെ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് നീങ്ങിയിട്ട് ഇടയ്ക്കൊരു ഘട്ടത്തിൽ VD സതീശൻ്റെ പേര് ഉയർന്നു വന്നു. VD സതീശൻ മാത്രമായി കളം നിറഞ്ഞു നിന്നൊരു കാലമുണ്ടായി. അധികം സമീപഭൂതകാലത്തും ഉണ്ടായി. ആ ചിത്രം മാറുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുന്നതോടുകൂടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുന്നത് വരെ സതീശൻ്റെ അപ്രമാദിത്വം എല്ലാവരും അംഗീകരിച്ചു. നിലമ്പൂർ തെരഞ്ഞെടുപ്പ്, PV അൻവർ, K സുധാകരനോടുള്ള ഇഷ്യൂ, ഓരോന്നായിട്ട് പരിഹരിക്കുമ്പോൾ മുസ്ലിം ലീഗുമായിട്ടുണ്ടായിരുന്ന ഇഷ്യൂ, ഈ NSS ഈ ഒരുപാട് ഇഷ്യൂസ് പരിഹരിച്ച് വന്നതിൽ സതീശന് പങ്കുണ്ട്. നിയമസഭയിൽ അപാരമായ പെർഫോമൻസ്, കോൺഗ്രസിനെ ചേർത്ത് പിടിക്കുന്ന ഒരു സ്വഭാവമൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അത് തകർന്നു പോയത് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുമ്പോഴാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കുന്നത് വരെ എല്ലാവരും ഒന്നിച്ച് സതീശൻ്റെ കൂടെ നിന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയപ്പോൾ ഒരു സ്വഭാവം കാണിച്ചു. എല്ലാവരും കാലുമാറിയിട്ട് ഈ രാഹുലിൻ്റെ കൂടെ ചേർന്നു. നടപടിയെടുത്തത് ശരിയാണെന്ന് പറഞ്ഞവരാണ്. എല്ലാവരും ചേർന്നാണ് ഈ പറഞ്ഞ KC വേണുഗോപാലിൻ്റെ ഹൈക്കമാൻഡ് ഉൾപ്പെടെ നടപടിയെടുത്തതാണ്. ഇപ്പോൾ പക്ഷേ അങ്ങനെ ചെയ്യാവോ? അവൻ കൊള്ളരുതാത്തവനാണ്. നടപടി എടുത്തില്ലായിരുന്നുവെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയ്ക്ക് സതീശൻ ഇതിലും ഇടിഞ്ഞു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. കോൺഗ്രസിന്റെ ഇമേജ് തകർന്നു പോകുമായിരുന്നു. സതീശന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല ജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ. സതീശൻ ധാർമ്മികതയ്ക്ക് വേണ്ടി പറയുമ്പോൾ CPMനെ കുറ്റപ്പെടുത്തിയിരുന്ന എന്താ? ഇത്തരത്തിൽ സമാനമായ രീതിയിൽ പരാതിയില്ലാതെ ഒരുപാട് കേസുകൾ CPMനകത്തുള്ളപ്പോൾ ഒരു നടപടി എടുത്തില്ലല്ലോ. എന്നാൽ പരാതിയില്ലാതെ തന്നെ പാർട്ടിക്ക് ബോധ്യപ്പെട്ടപ്പോൾ നടപടിയെടുത്ത പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറിയില്ലേ? കോൺഗ്രസിൻ്റെ ഇമേജ് മാറിയില്ലേ? പക്ഷേ അതിന് പകരം
അവിടെ എത്തിയപ്പോൾ ഗ്രൂപ്പ് കളിക്കാൻ തുടങ്ങി. ഇവർക്കൊക്കെ വി ഡി സതീശനെ ഒതുക്കണം എന്നതായി. വി ഡി സതീശൻ അങ്ങനെ ഏകഛത്രാധിപതിയായി, ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു നേതാവായി, രണ്ടാമതൊരു പേരില്ലാത്ത വിധം മുന്നേറിയെന്ന് കണ്ടപ്പോഴാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂവിൽ ഇവർ കാലുമാറുന്നത്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ കാലുമാറിയപ്പോൾ എന്തായി? എല്ലാവരും ഒരുമിച്ച് ചേർന്നിട്ട് സതീശനെ തല്ലുക എന്നുള്ള അവസ്ഥ വന്നു. സതീശനെ തല്ലുമ്പോഴും അപ്പോൾ എന്തായി? സതീശൻ പോലും ഒന്ന് ഫെയ്ഡ് ഔട്ടായി. സതീശൻ ഒന്ന് തിളക്കം മങ്ങി. അപ്പോൾ മറ്റുള്ളവരെയൊക്കെ സതീശൻ നിഷ്പ്രഭനാക്കി. ഇപ്പോൾ സതീശനെ നിഷ്പ്രഭനാക്കാൻ ഇനി കിട്ടിയൊരവസരമാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ. രാഹുലിനെ നിയമസഭയിൽ ഒളിച്ചു കടത്തുക, പാലക്കാട് മണ്ഡലത്തിൽ പാതിരാക്ക് കൊണ്ടുവന്നിട്ട് പരിപാടിയിൽ നടത്തി ഉദ്ഘാടനം നടത്തിയിട്ട് ആരും അറിയാതെ പോവുക, അതിനിടയിൽ മണത്തറിഞ്ഞിട്ട് ഈ വൈഫൈക്കാർ ചെല്ലാൻ തുടങ്ങി, പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ളൊരു മാർഗ്ഗം. അതേ സമയത്ത് നാട് മുഴുവൻ കോൺഗ്രസിൻ്റെ പ്രക്ഷോഭം നടത്തുക, എന്നിട്ടൊരു ആവശ്യമില്ലാതെ ഷാഫി അവിടെ പോയി തല്ലി ചോദിച്ചു വാങ്ങുക, എന്നിട്ട് മൂക്ക് പൊട്ടി എന്ന് പറഞ്ഞ് വാർത്ത ഉണ്ടാക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഷാഫിയെ രംഗത്തിറങ്ങി, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഷാഫിയെ ഇറക്കിയിട്ട് യുവ പോരാളിയായിട്ട് യുവാക്കളെ മുഴുവൻ സംഘടിപ്പിച്ചിട്ട്, ആലോചിച്ച് നോക്കൂ, യുവാക്കൾ മുഴുവൻ സംഘടിച്ചിട്ട് സതീശനെ എതിരാക്കി തീർക്കുക, യൂത്ത് കോൺഗ്രസിനെ എതിരാക്കി തീർക്കുക. ഈ ട്രെൻഡ് മനസ്സിലാക്കിയിട്ട് കോൺഗ്രസ് പ്രസിഡന്റ് സണ്ണി ജോസഫും KPCC പ്രസിഡന്റ് പോലും മറുകണ്ഠം ചാടി. കെ മുരളീധരൻ, അപ്പുറത്ത് എല്ലാവരും അവസരം കിട്ടിയപ്പോൾ മറുകണ്ഠം ചാടി. അപ്പോൾ സതീശനെയും ഏതാണ്ട് ഔട്ടാക്കി. അതാണ് ഇപ്പോഴത്തെ ചിത്രം. അങ്ങനെ വരുമ്പോൾ ഇനി ആര് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനൊരു ഉത്തരം ഉണ്ടാവണം. അത് ഉത്തരം പറയാൻ ആരെങ്കിലുമൊക്കെ വേണം. ആ ചോദ്യം ചോദിക്കാനിടയുള്ളത് ആരോടാണ്? സതീശൻ അല്ലെങ്കിൽ പിന്നെ ആര് എന്ന ചോദ്യം ഹൈക്കമാൻഡ് ഉൾപ്പെടെ ദേശീയ തലത്തിൽ ചോദിക്കാനിടയുള്ള ഒരു ശക്തി യൂത്ത് കോൺഗ്രസ്സാണ്. അവരെ കൊണ്ട് പറയിപ്പിക്കണം KC വേണുഗോപാലിൻ്റെ പേര്. അതിപ്പോൾ ഷാഫി പറമ്പിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്താവുകയും ചെയ്തു. ഇനി വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ കൊണ്ടെങ്കിലും അങ്ങനെ പറയിപ്പിക്കാൻ പറ്റണം. അതിനാണ് ഇദ്ദേഹത്തിൻ്റെ പേര് OG ജനീഷിൻ്റെ പേര് വന്നത്. അങ്ങനെ OG ജനീഷ് ഈ പറഞ്ഞ ഒരു യൂത്ത് കോൺഗ്രസിന് ആവശ്യത്തിലേറെ കളങ്കങ്ങൾ ഉണ്ടാക്കിയൊരു മനുഷ്യനാണ്. തൃശ്ശൂരിൽ നിന്ന് വന്ന വാർത്തകളൊക്കെ ഞാൻ അന്ന് കണ്ടിരുന്നു. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്താ? യൂത്ത് കോൺഗ്രസ്സിൽ വ്യാജമായ വോട്ടർ പട്ടിക ഉണ്ടാക്കി വോട്ട് നേടിയെന്നാണ്. അതിപ്പോൾ അദ്ദേഹം കൂടുതൽ വോട്ട് നേടിയെന്നൊക്കെ പറയുന്നത് വ്യാജമാണെന്ന് അന്നേ ആരോപണങ്ങളുണ്ട്. OG ജനീഷിൻ്റെ പേരിലുള്ള ആരോപണം എന്താ? വയനാട് ദുരിതാശ്വാസത്തിന് വേണ്ടി പണം പിരിച്ചിട്ട് 18 ലക്ഷമോ മറ്റോ, 18 ലക്ഷമാണോ, 18 ലക്ഷം തട്ടിയെടുത്തു എന്നുള്ള ആരോപണം തൃശ്ശൂരിലെ DCC മെമ്പർ പോയി ദീപാദാസ് മുൻഷിക്ക് പരാതി കൊടുത്തിട്ട് ആ പരാതി AICCയുടെ കയ്യിലുണ്ട്. അത് കയ്യിൽ വെച്ചുകൊണ്ടാണ് AICC നേതൃത്വം പോയിട്ട് ജനീഷിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആക്കുന്നത്. ഇതൊക്കെയാണ് സ്ഥിതി. അപ്പോൾ ഇപ്പോൾ ഇതിലിപ്പോൾ കളിക്കുന്ന ഏറ്റവും ഒടുവിൽ രംഗത്ത് വന്നിരിക്കുന്നത് ചാണ്ടി ഉമ്മനാണ്. ചാണ്ടി ഉമ്മൻ്റെ പ്രശ്നം എന്താ? കോൺഗ്രസ് അതാണ്. ഇപ്പോൾ പരമ്പരാഗത ഗ്രൂപ്പുകളൊക്കെ പിണങ്ങി കൃത്യമായിട്ട് പൊട്ടിത്തെറിച്ചു. പണ്ട് അവർക്കൊരു അജണ്ട ഉണ്ടായിരുന്നുള്ളൂ, സതീശൻ അങ്ങനെ മുന്നോട്ട് പോകണ്ട, അപ്പോൾ ഒന്ന് ഒതുങ്ങിക്കൊടുത്തു. പക്ഷേ വന്ന് പാർട്ടിയും അവർക്ക് കൈവിട്ട് പോവുകയാണ്. അബിൻ ബർക്കിയെ പരിഗണിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാണ്. അപ്പോൾ കോൺഗ്രസ്സുകാരനുമാണ്. അപ്പോൾ കോൺഗ്രസിന് പരിഗണന ഇല്ലാത്തൊരു യൂത്ത് കോൺഗ്രസ് വന്നു. 2 അഭിജിത്ത് പരിഗണിക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പും പരിഗണിക്കപ്പെട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഒരു സാധ്യതയുള്ളത്, ഇനിയൊരു സാധ്യതയുള്ളത് KC വേണുഗോപാലിൻ്റെ നീക്കത്തിനെതിരായി ഗ്രൂപ്പുകൾ ഒന്നിച്ച് നീങ്ങാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. പക്ഷേ VD സതീശനും ആ മൂവ്മെൻറ്റിനെ പിന്തുണച്ചേക്കും. പിന്നെ ചാണ്ടി ഉമ്മൻ്റെ വാദം ന്യായമാണ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആര് വെറുതെ ഉണ്ടായതല്ലോ. ഗ്രൂപ്പിൻ്റെ നേതാവ് ആരാ ശരിക്കും? സത്യത്തിൽ അത് O ഗ്രൂപ്പാണല്ലോ. ഫോർ ആൻ്റണി എന്നാണ് ആൾക്കാർ പറയുക. ആൻ്റണി ഒരു മനുഷ്യനെ കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ മനുഷ്യനെ അബദ്ധത്തിൽ പോലും അങ്ങനെ ചെയ്യുമോ? ആൻ്റണി ഫോർ ആൻ്റണിയാണ്. ആൻ്റണി സ്വന്തം കാര്യമല്ലാത്തൊരു അജണ്ട അദ്ദേഹത്തിനില്ല. അദ്ദേഹമല്ലാത്ത ഒരു കോൺഗ്രസ്സുകാരനും കോൺഗ്രസ്സിൽ വേണമെന്ന് ഒരു നേതാവും അദ്ദേഹത്തിന് വേണമെന്നുമില്ല. ഒരാളെ അദ്ദേഹം കൂടെ നിർത്തിയിട്ടില്ല, ഒരാളെയും സംരക്ഷിച്ചിട്ടില്ല. ആൻ്റണി ഗ്രൂപ്പിൻ്റെ അന്തകനായിരുന്നു ശരിക്കും ആൻ്റണി. ഗ്രൂപ്പിൻ്റെ അന്തകനാണ് ആൻ്റണി. അതേസമയത്ത് ഗ്രൂപ്പ് കഷ്ടപ്പെട്ട് ആൻ്റണിയെ ഒരു ബൊമ്മ പോലെ മുന്നിൽ നിർത്തിയിട്ട് ഒരു ആദർശത്തിൻ്റെ ഈ വെള്ളക്കുപ്പായ വിട്ടിട്ട് മുന്നിൽ നിർത്തിയിട്ട് അതിൻ്റെ മറവിൽ നിന്ന് പാർട്ടി ഉണ്ടാക്കിയത്, ജനങ്ങളുടെ കൂടെ നിന്ന് കഷ്ടപ്പെട്ടത് മുഴുവനും ഉമ്മൻചാണ്ടിയാണ്. ഗ്രൂപ്പ് ഈസ് ഫോർ ആണ്. ഓരോ പ്രദേശത്തും അതിന് പറ്റിയ നേതാക്കന്മാരെ കണ്ടെത്തി ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയാണ്. ഞങ്ങൾക്ക് മലബാറിൽ ഫോർ ആര്യാടനാണ്, അല്ലാതെ ആൻ്റണി അല്ല. അവിടുത്തെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആര്യാടൻ കോൺഗ്രസ് എന്ന് ആൾക്കാർ പറയും. ആർക്ക് ആൻ്റണി?
ഒരു ഇഷ്യൂ അല്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഉമ്മൻചാണ്ടി ആണ് കഷ്ടപ്പെട്ട് എ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ആ എ ഗ്രൂപ്പിന് കോൺഗ്രസ്സിലോ ഇല്ല. ഇപ്പോഴത്തെ KPCCയിൽ എവിടെയാണ് എ ഗ്രൂപ്പ്? ഉണ്ടെങ്കിൽ ഒരു വർക്കിംഗ് പ്രസിഡന്റുമാരുടെ കൂട്ടത്തിൽ നമ്മുടെ വിഷ്ണുനാഥ് PC വിഷ്ണുനാഥ് ഒഴിച്ചാൽ എവിടെ എ ഗ്രൂപ്പ്? അപ്പോൾ കോൺഗ്രസ്സിലോ ഇല്ലാതെ കോൺഗ്രസ് പിടിവിട്ടുപോയി, യൂത്ത് കോൺഗ്രസും പിടിവിട്ടുപോയി. വേണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എ ഗ്രൂപ്പാണെന്ന് പറയാമായിരുന്നല്ലോ. അദ്ദേഹവും കൈവിട്ടു, അദ്ദേഹത്തെ കയ്യിരിപ്പ് കൊണ്ടുപോയി. ഇപ്പോൾ ഇദ്ദേഹത്തെയും കൈവിട്ടു. അപ്പോൾ അതുകൊണ്ട് ആ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞപ്പോൾ അറിയാതെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു വേദന നമ്മളാരും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഉമ്മൻചാണ്ടി അച്ഛൻ്റെ ഓർമ്മദിനത്തിലാണ്, എൻ്റെ പിതാവിൻ്റെ ഓർമ്മദിനത്തിലാണ് എന്നെ യൂത്ത് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് പറയുന്നുണ്ട്. അതാരും അറിഞ്ഞിരുന്നില്ല, വാർത്തയാക്കിയിരുന്നില്ല. അദ്ദേഹം അത് പുറത്ത് പറഞ്ഞില്ല, അച്ചടക്കം ഉള്ളതുകൊണ്ടാണ്. ജൂലൈ 23 കണ്ടാണ് അല്ലേ ഉമ്മൻചാണ്ടി മരിച്ചത്. അന്ന് തന്നെ പുറത്താക്കിയിരിക്കണം. അതാണല്ലോ ഇപ്പോൾ അത് മനസ്സിൽ ഇട്ട് തന്ന വേദന, മാസങ്ങളായിട്ട് ഉള്ളിലുണ്ടായിരുന്ന വേദന ഒരു അവസരം വന്നപ്പോൾ അബിൻ വർക്കിയുടെ ഇഷ്യൂ വന്നപ്പോൾ അദ്ദേഹം ഏറ്റു പറയണ്ട, തുറന്നു പറയണ്ട. ഈ അബിൻ വർക്കി പാർട്ടി വിടുമോ മാഷേ? അതിന് സാധ്യതയൊന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ അവരും പുതിയ തലമുറയാണല്ലോ, യുവാക്കൾ, യൂത്ത് കോൺഗ്രസ്. അവർ പുതിയ സാഹചര്യം പഠിക്കുന്നുണ്ട്. അവർക്കറിയാം ചാണ്ടി ഉമ്മനെ പിടിച്ച് പുറത്താക്കി എന്നാണല്ലോ അപ്പോൾ ഇതിൻ്റെ വാർത്ത. ചാണ്ടി ഉമ്മൻ്റെ പദവി എടുത്തു കളയാൻ മടിയില്ലാത്തൊരു പാർട്ടി ഇനി എ ഗ്രൂപ്പിനെ, പഴയ എ ഗ്രൂപ്പ് ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പാന്ന് പറഞ്ഞ് പരിഗണിക്കുമോ? ഇല്ല. അതുകൊണ്ട് കാലം മാറുന്നത് പതുക്കെ. ഇപ്പോൾ അബിൻ വർക്കിയുടെ ലക്ഷ്യം എന്തായിരിക്കും? എന്നോട് കോൺഗ്രസ് പാർട്ടി കാണിച്ചത് വലിയ അവഗണനയാണ് എന്ന് നിലവിലുള്ള നേതൃത്വത്തിനും KC വേണുഗോപാലിനും ഹൈക്കമാൻഡിനും കൊടുക്കുന്നൊരു സന്ദേശമാണത്. ഞാൻ വലിയ ത്യാഗമാണ് കേട്ടോ അനുഭവിക്കുന്നത്. ഇതെനിക്ക് മനസ്സിലാവാതിരുന്നിട്ടല്ല, ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ നേതൃത്വത്തെ അനുസരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്ത് കിട്ടാൻ പോകുന്ന, ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന സൗകര്യങ്ങളിൽ അർഹമായ പങ്ക് വീതിച്ചെടുക്കാനുള്ളൊരു അവകാശവാദം, ഒരു ക്ലെയിമാണത്, അല്ലെങ്കിൽ ഒരു ബാർഗെയിനിങ് ആണത്. അതിലപ്പുറം അബിൻ വർക്കി കോൺഗ്രസ് വിട്ടു പോവുകയൊന്നുമില്ല. പോയിട്ടൊന്നും കിട്ടാനില്ല എന്നവർക്കറിയാം. മാത്രമല്ല ഇനിയുള്ള കാലം കോൺഗ്രസ് എത്ര ദുർബലപ്പെട്ടാലും അതിൽ ആർക്കെങ്കിലും ഒന്ന് മുകളിൽ പിടിയുള്ളവർക്കാണ് എന്നും കോൺഗ്രസ്. ഇന്ദിരാഗാന്ധിയുടെ പ്രിയപുത്രനായി അല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരനായി കരുണാകരൻ നിന്ന കാലത്താണ് കേരളത്തിന് അവകാശങ്ങളൊക്കെ കിട്ടിയത്. സോണിയാഗാന്ധിയുടെ പ്രിയപ്പെട്ടയാളായിട്ട് AK ആൻ്റണി ഈ നിന്ന കാലത്താണ് അക്ഷരാർത്ഥത്തിൽ ആൻ്റണി രക്ഷപ്പെട്ടു പോയത്. ഇനി രാഹുൽ ഗാന്ധിയുടെ പ്രിയപ്പെട്ടവനായി KC വേണുഗോപാൽ നിൽക്കുന്ന കാലത്തോളം കേരളത്തിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെട്ടു പോകണമെങ്കിൽ KC നമോ എന്ന് തന്നെയാണ് മുദ്രാവാക്യം എന്ന് അവർക്കറിയാം. അതുകൊണ്ട് പാർട്ടിയൊന്നും വിട്ടുപോകാനുള്ള മണ്ടത്തരം കാണിക്കില്ല. പക്ഷേ ഞാനിതാ ത്യാഗം സഹിച്ചവനാണ്, ഞാനിതൊക്കെ മനസ്സിലാക്കുന്നുണ്ട്, ജനങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, സൂക്ഷിച്ച് കളിച്ചോളണം എന്ന് KC വേണുഗോപാലിനും ഹൈക്കമാൻഡിനും കൊടുത്ത ഒരു മുന്നറിയിപ്പ് മാത്രമാണത്, ഒരു വാണിംഗ് ആണ്. അതിന് നല്ല ഫലമുണ്ടാവും തീർച്ചയായിട്ടും. അദ്ദേഹത്തിന് അടുത്ത സ്ഥാനമാനങ്ങൾ, ഒരു കാര്യം ഉറപ്പിച്ചോളൂ, അടുത്ത വല്ല രാജ്യസഭാ സീറ്റോ ഏറ്റവും ആദ്യം ഒഴിവ് വരുന്ന സീറ്റുകളിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ അബിൻ വർക്കി പരിഗണിക്കപ്പെടുമെന്ന് ഉറപ്പിച്ചു വെച്ചോളൂ. KC വേണുഗോപാൽ സാക്ഷി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.